الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي وما توفيقي إلا بالله عليه توكلت وإليه أنيب. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ما أصاب من مصيبة في الأرض ولا في أنفسكم إلا في كتاب من قبل أن نبرأها إن ذلك على الله يسير. وقال نبينا وحبيبنا وسيدنا محمد صلى الله عليه وسلم: لا إله إلا الله ويل للعرب من شر قد اقترب يأجوج ومأجوج فتح اليوم وحلك بأصبعه الإبهام. قالت: قلت يا رسول الله أنهلك وفينا الصالحون؟ نعم إذا كثر الخبث. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, സഹോദരങ്ങളെ, സർവശക്തനായ അല്ലാഹു സുബ്ഹാനഹു വ തആല അവനെ വഴിപ്പെട്ട് ജീവിക്കുവാൻ ഞാൻ എന്നോടും നിങ്ങളെവരോടും വസിയ്യത്ത് ചെയ്യുന്നു. അല്ലാഹു നമുക്ക് എല്ലാവർക്കും അതിനുള്ള തൗഫീഖ് നൽകട്ടെ, വിധി കൂട്ടട്ടെ. ഇതേവരെയും സംഭവിച്ചു പോയ ചെറുതും വലുതുമായ എല്ലാ തെറ്റുകുറ്റങ്ങളെയും അപരാധങ്ങളെയും നാഥനായ റബ്ബ് അവന്റെ മഹദ് ഫദ്ൽ കൊണ്ട് പുറത്തു മാപ്പാക്കി തരുമാറാകട്ടെ. നമ്മുടെ ജീവിതത്തിൽ ഇന്നേവരെ കഴിഞ്ഞതിൽ നിന്നും പൂർണ്ണമായും മാറി പടച്ച റബ്ബിനെ കൂടുതൽ അടുത്ത് വഴിപ്പെട്ട് ജീവിക്കുന്ന സജ്ജനങ്ങളിൽ നമ്മെ എല്ലാവരെയും അല്ലാഹു ഉൾപ്പെടുത്തുമാറാകട്ടെ. നമ്മെ വിട്ടുപിരിഞ്ഞു പോയ നമ്മുടെ വേണ്ടപ്പെട്ടവരായ ആരെല്ലാം എവിടെയെല്ലാം അന്ത്യവിശ്രമം കൊള്ളുന്നു അവർക്കെല്ലാവർക്കും അല്ലാഹു മഗ്ഫിറത്തും റഹ്മത്തും നൽകട്ടെ. വയനാട് ദുരന്തത്തിലൂടെ മലയാളികളിൽ നൂറുകണക്കിന് ആളുകളേറെ എല്ലാം തകർന്ന് ക്ലേശത്തിലായി കഴിഞ്ഞ ആ കുടുംബാദികളിൽ നിന്ന് വേർപെട്ടവർക്ക് അല്ലാഹു ഷഹാദത്തിന്റെ പ്രതിഫലം നൽകുമാറാകട്ടെ. അത്തരത്തിലുള്ള എല്ലാ ദുരന്തങ്ങളിൽ നിന്നും നമ്മെ എല്ലാവരെയും അല്ലാഹു കാക്കുമാറാകട്ടെ. ഏതെല്ലാ രൂപത്തിലൂടെ അവരെ സഹായിച്ച ആരെല്ലാം ഉണ്ട് അവർക്ക് എല്ലാവർക്കും പ്രത്യേകമായ ഹിഫാലത്ത്, കാവൽ അല്ലാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, സഹോദരങ്ങളെ, പ്രകൃതികളുടെ വികൃതി നാം കണ്ടുകൊണ്ട് വളരെ വേദനജനകമായ വാർത്തകൾ വായിച്ച് കഴിഞ്ഞ നാളുകളാണ്. നമ്മുടെ സമൂഹത്തിലെ ഒട്ടേറെ ആളുകൾ ഈ കേരളക്കരയിലെ വയനാട് ദുരന്തവുമായി ബന്ധപ്പെട്ട ഇരകളോ അതിൻ്റെ ബന്ധുക്കളോ ഒക്കെയാണ്. ഓരോ ദുരന്തങ്ങളും വരുമ്പോൾ അതിൽ നിന്ന് നമ്മൾ പലതും പഠിക്കും, വിലയിരുത്തും, കുറെ ചർച്ചകൾ ചെയ്യും. ഒരു 2 ആഴ്ച കഴിയുമ്പോൾ അത് പൂർണ്ണമായും വിസ്മൃതിയിലേക്ക് പോവുകയും ചെയ്യും. മനുഷ്യന്റെ പ്രകൃതം അങ്ങനെയാണ്. എത്ര വലിയ സംഗതിയാണെങ്കിലും ഒരുപാട് നാള് അതിന് ആയുസ്സുണ്ടാവുകയില്ല. കുറഞ്ഞ നാള് മാത്രമാണ് അത് മനുഷ്യ മനസ്സുകളിൽ നിലനിൽക്കുക. അത് മനുഷ്യന്റെ ഒരു ബലഹീനത കൂടിയാണ്, ഓർമ്മ നിൽക്കാതെ പോകും. സത്യത്തിൽ ഈ പാഠങ്ങൾ, ഈ ഓരോ ദുരന്തങ്ങളും ഒരു പാഠമായിട്ടാണ് അല്ലാഹു നമ്മെ പഠിപ്പിക്കുന്നത് എന്നാണ് ഖുർആൻ നമ്മെ പഠിപ്പിക്കുന്നത്. ഓരോ ദുരന്തങ്ങളും വരുമ്പോൾ സൃഷ്ടാവിൽ വിശ്വാസമില്ലാത്ത, മതവിശ്വാസം ഒന്നുമേ ഇല്ലാത്ത ആളുകൾ പറയും അത് മനുഷ്യന്റെ ചെയ്തികൾ കൊണ്ട് മാത്രമുണ്ടായതാണ്, അത് പ്രകൃതിയുടേതായ വ്യവസ്ഥിതികളെ തകിടം മറിച്ചത് കൊണ്ട്, മനുഷ്യന്റെ കൈകടത്തലുകൾ കൊണ്ട് മാത്രമുണ്ടായതാണ്. നമുക്കത് മാത്രമായി വിശ്വസിക്കാൻ ഒരു മുസ്ലിമിന് കഴിയൂല. കഴിഞ്ഞ ആഴ്ച ഞാൻ ഇതുമായി ബന്ധപ്പെട്ട് സൂചിപ്പിക്കുകയുണ്ടായി. ഈ പ്രകൃതിയുടെ ഉടമസ്ഥൻ മാനവകുലത്തിന്റെയും മനുഷ്യരാശിയുടെയും സൃഷ്ടിപ്രപഞ്ചത്തിന്റെ സർവമാന ചരാചരങ്ങളുടെയും ഉടമസ്ഥൻ അവന്റെ ഒരു സൃഷ്ടി മാത്രമാണ്. ഈ വിശാലമായ പ്രപഞ്ചത്തിലെ എങ്ങോ ഒരു കോണിൽ ഒരു കടുകുമണിയുടെ വലിപ്പം മാത്രമുള്ള
എന്നാൽ നമ്മുടെ കണ്ണിന്റെ മുമ്പിൽ ഭീമാകാരമായ കൂറ്റൻ ഗ്രഹമാകുന്ന ഈ ഭൂമി, ഈ പ്രപഞ്ചത്തിന്റെ മൊത്തം കണ്ണിലൂടെ നോക്കിയാൽ അതിലെ ഒരു ചെറിയ കണിക മാത്രമാണ് ഭൂമി. നമ്മുടെ കൺമുമ്പിലെ ഏറ്റവും വലിയൊരു സംഭവമാണ്. ആ ഭൂമിയിൽ ജീവിക്കുന്ന ഓരോ ജീവജാലങ്ങൾക്കും അതിന്റെ വണ്ണ വലിപ്പം അനുസരിച്ച് അതിനറിയില്ല അതിന്റെ വലിപ്പം എത്രയാണ്. ഏതായാലും ഓരോ ജീവജാലങ്ങളും നാം തന്നെയാണ് ഇതിൽ ഏറ്റവും മെച്ചപ്പെട്ടവരെന്ന് വിചാരിക്കും. മനുഷ്യർ അതിൽ ഏറ്റവും കേമരാണ്. മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം അവനുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ ലോകത്തിന്റെ മൊത്തം ബുദ്ധിമുട്ടായും അവനുണ്ടാകുന്ന നേട്ടങ്ങൾ ലോകത്തിന്റെ നേട്ടമായിട്ടും അവൻ എണ്ണുകയാണ്. അവനുണ്ടായ നേട്ടങ്ങളും അവൻ കണ്ടെത്തിയ കണ്ടെത്തലുകളും അവനെ എല്ലാത്തിൽ നിന്നും രക്ഷപ്പെടുത്തും, എന്നെ സുഭദ്രമാക്കും എന്നുള്ള ധാരണയെ പലപ്പോഴും അസ്ഥാനത്താക്കുകയാണ് ഈ പ്രകൃതിയുടെ, ഈ ഭൂലോകത്തിന്റെ പല കാഴ്ചകളും. ദൂരങ്ങളിൽ കിലോമീറ്ററുകൾക്കപ്പുറം, ആയിരക്കണക്കിന് കിലോമീറ്ററുകൾക്കപ്പുറമുള്ള ഒരു രാജ്യത്ത് നിന്നും ഞങ്ങളുടെ രാജ്യം ലക്ഷ്യമാക്കിക്കൊണ്ടൊരു മിസൈൽ പുറപ്പെടുമോ എന്നത് നേരത്തെ തന്നെ കുറെ സമയം മുമ്പ് തന്നെ തിരിച്ചറിയാനും മനസ്സിലാക്കാനും അതിനെ പ്രതിരോധിക്കാനുള്ള സംവിധാനങ്ങൾ, പ്രതിരോധ കവചങ്ങൾ തീർക്കുവാനുള്ള സൗകര്യങ്ങൾ, ടെക്നോളജി കയ്യിലുള്ള മനുഷ്യൻ അതെല്ലാം ഒരുക്കി വെച്ചിട്ടുള്ള വലിയ വലിയ കേന്ദ്രങ്ങൾ, കോടിക്കണക്കിന് വിലമതിക്കുന്ന ആയുധങ്ങൾ നിറയ്ക്കപ്പെട്ട ആയുധപ്പുരകൾ, എന്തിനും പോന്ന ഒരു മിനിറ്റ് കൊണ്ട് എല്ലാ സൗകര്യങ്ങളും സംവിധാനങ്ങളും സടകുടഞ്ഞെഴുന്നേറ്റ് പ്രതിരോധത്തിന് സജ്ജമാകുന്ന സംവിധാനങ്ങളെല്ലാം ഒരുക്കപ്പെട്ട ലോകക്രമം. അതിന് മുമ്പിലാണ് അവര് നിറച്ചുവെച്ച ആയുധപ്പുരകളുടെ അടിയിൽ നിന്നും ഒരു പൊട്ടിത്തെറിയും കൊണ്ടായാൽ, ഒരു കുലുക്കമുണ്ടായി കഴിഞ്ഞാൽ ആ ആയുധപ്പുരകളും അവരുടെ പ്രതിരോധ സംവിധാനങ്ങളൊക്കെയും നോക്കുകുത്തിയായി ഒലിച്ചു പോകുന്ന കാഴ്ച ലോകത്ത് എത്രയോ വട്ടം ലോകം കണ്ടിട്ടുണ്ട്. എത്രയോ രാജ്യങ്ങൾ, ആ രാജ്യങ്ങൾ കെട്ടുറപ്പോടെ സുരക്ഷിതമെന്ന് കരുതിയ ഭൂമിയുടെ കിലോമീറ്ററുകൾക്കടിയിലുള്ള ചലനങ്ങൾ ഞങ്ങൾക്ക് തിരിച്ചറിയാൻ കഴിയുമെന്ന് കരുതിക്കൊണ്ട് കോട്ടകൊത്തളങ്ങൾ കെട്ടിയുണ്ടാക്കിയ പ്രതിരോധ സംവിധാനങ്ങൾ പൊട്ടിത്തകർന്ന് ചിതറിപ്പോകുമ്പോൾ ഒരു സൗകര്യങ്ങളും ഒരു സംവിധാനങ്ങൾ കൊണ്ടും ഈ പ്രകൃതിയിലെ മാറ്റങ്ങളെ കൃത്യമായി നിർണയിക്കാനും നിർവചിക്കുവാനും അതിന്റെ പ്രതികാരത്തിന്റെ വലിപ്പം എത്രയായിരിക്കുമെന്ന് മുൻകൂട്ടി പ്രവചിക്കുവാനും കഴിയില്ല എന്നതൊരു മഹാസത്യമാണ്. ആ മഹാസത്യം മനുഷ്യനെ പഠിപ്പിക്കുകയാണ് ചരിത്രാതീത കാലം മുതലുള്ള പ്രകൃതിയുടെ ഓരോ ദുരന്തങ്ങൾ. വയനാടിലെ മലയിടിച്ചിൽ 500ഓളം മനുഷ്യരുടെ ജീവൻ അപഹരിച്ചു കൊണ്ടുപോയി. നൂറുകണക്കിന് നമ്മുടെ വേണ്ടപ്പെട്ട കുടുംബങ്ങളുടെ കണ്ണീരിന്റെ കയങ്ങൾ, കണ്ണീരിന്റെ കഥകൾ നമ്മൾ കാണുമ്പോൾ അവർക്ക് വേണ്ടി സഹായധനവുമായി അവിടെ എത്തപ്പെടുന്ന ഓരോ ആളുകളും വേദനാജനകമായ കഥകൾ കേട്ട് കണ്ണീരോടെ മടങ്ങി വരുമ്പോൾ അതവിടത്തെ ഒരു മലയിടിച്ചിലും ഒരു വെള്ളത്തിന്റെ ഒഴുക്കിനെ തടഞ്ഞതും ഒക്കെയായിട്ടുള്ള പല കാര്യങ്ങളായി നമ്മൾ അതിനെ വിലയിരുത്തുമ്പോൾ അതൊരു കേവലം അത് മാത്രമായി നമുക്ക് കാണാൻ കഴിയൂല. വയനാടിന്റെ മലമടക്കുകളിലുള്ള ആ ഉരുൾപൊട്ടലിനും വെള്ളപ്പൊക്കത്തിനും കാരണമാകുന്നത് അവിടുത്തെ പ്രകൃതിയുടെ ചൂഷണം മാത്രമാണ് എങ്കിൽ വയനാട് മനുഷ്യന് എത്തപ്പെട്ടത്, വയനാടേക്ക് മനുഷ്യൻ പോയത് എന്നാണെന്നതിനെ കുറിച്ച് നമ്മൾ പഠിക്കേണ്ടതുണ്ട്. എത്ര കാലമായിട്ടുണ്ടാകും വയനാട് മനുഷ്യർ വന്നിട്ടുണ്ട്. എന്നാൽ അതിന് മുമ്പുള്ള ചരിത്രം പരതിയാലും അതേ വയനാട് ഇതുപോലെ പ്രകൃതി ദുരന്തങ്ങൾ ഉണ്ടായി കൂടായികയില്ല. വെറുതെ ഞാനൊരു പഠനം നടത്തുമ്പോ ഈ പ്രകൃതി ദുരന്തങ്ങൾ ലോക ചരിത്രത്തിൽ എന്നാണ്, എവിടെ നിന്നാണ് പ്രകൃതി ദുരന്തങ്ങളുടെ തുടക്കം? പരിശുദ്ധ ഖുർആൻ, നബിയുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തിരുവചനങ്ങൾ, പവിത്രമായ മതങ്ങളുടെ വേദഗ്രന്ഥങ്ങൾ, ലോകത്തിന്റെ സിട്ടാവിന്റെ വചനങ്ങൾ മാനവകുലത്തിനോട് പഠിപ്പിക്കുന്നത് പ്രകാരം മനുഷ്യന്റെ ഉൽപ്പത്തിയുടെ കാലം മുതൽ മനുഷ്യരെ നന്മയിലേക്ക് നയിക്കുവാൻ വേണ്ടി നിയോഗിതരായ പ്രവാചകന്മാർ തെളിച്ച വഴിയിൽ നിന്ന് മനുഷ്യൻ വഴികേടിലേക്ക് പോയാൽ അവരെ നശിപ്പിക്കുവാൻ ലോകത്തിന്റെ സിട്ടാവ് തിരഞ്ഞെടുക്കുന്ന ചില മാർഗങ്ങളുണ്ട്. അതിലൊരു മാർഗമാണ് പ്രകൃതിയെ കൊണ്ടുള്ള ശിക്ഷ. പ്രകൃതി ദുരന്തങ്ങളിലൂടെ മനുഷ്യനെ ഉന്മൂലനം ചെയ്യുക. നമുക്ക് മുമ്പിൽ 500 മനുഷ്യരുടെ ജീവൻ പോകുമ്പോ അത് നമുക്ക് മുമ്പിൽ ഭീമാകാരമായ ഒരു പ്രശ്നമായി മാറുമ്പോ 500 ലക്ഷം മനുഷ്യരുടെ ജീവൻ പോയ ദുരന്തങ്ങൾ ഈ ലോകത്തുണ്ടായിട്ടുണ്ട്. ഇത് ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ എല്ലാ ദിവസവും നടന്നുകൊണ്ടിരിക്കുന്നു, എല്ലാ കാലത്തിലും നടന്നുകൊണ്ടിരിക്കുന്നു. ലോകം മുഴുവനും ഈ പ്രതിഭാസം അലയടിച്ചുകൊണ്ടിരിക്കുന്നു. ഒരു ഉരുൾപൊട്ടൽ, ഒരു സുനാമി, ഒരു വെള്ളപ്പൊക്കം, ഒരു കൊടുങ്കാറ്റ്, ഒന്നിലും തീരുന്നില്ല. ഒന്ന് കഴിയുമ്പോ കുന്നിന്റെ ചെരുവിൽ, മലയോര മേഖലകളിൽ, വനമേഖലയിൽ കഴിയുന്ന ആളുകൾക്ക് ഭയം, ഈ കുന്നെങ്ങാനം ഇടിഞ്ഞ് നിങ്ങളുടെ മേലേക്ക് വീഴുമോ എന്നതാണ്. ഈ മലയെങ്ങാനം നിങ്ങളുടെ മേലേക്ക് വീഴുമോ, അതാണ് കുന്നിൻ ചെരുവിലുള്ളവരുടെ ഭയം. അതുപോലെ ഉരുളങ്ങാനം പൊട്ടി ഞങ്ങൾ എല്ലാവരും ഒലിച്ചു പോകുമോ? അവർ സുനാമിയുടെ വാർത്ത കേൾക്കുമ്പോൾ അവർ നിർഭയരാകും. എന്തായിരുന്നാലും കടലിന്റെ തിരമാല ഈ ഇത്രയും വലിയ മലമുകളിലേക്ക് എത്തൂല.
കടലിന്റെ ആക്രമണവും കടൽ കൊണ്ടുള്ള ദുരന്തവും ഞങ്ങളെ തേടി വരൂല. അതങ്ങ് കടപ്പുറത്തുള്ളവർക്ക് മാത്രമേ ബാധിക്കൂ. ഇതോർത്ത് നിർഭയരായി കഴിയുകയാണ് മലഞ്ചെരുവിലുള്ളവർ. മലഞ്ചെരുവിലുള്ളവൻ ഒലിച്ചു പോകുമ്പോ കടൽ തീരത്തുള്ളവൻ അവൻ സമാശ്വസിക്കും, എന്തായിരുന്നാലും എന്റെ മേലെ ഇടിഞ്ഞു വീഴാൻ മലയൊന്നുമില്ല, അതുകൊണ്ട് ഞാൻ സുരക്ഷിതനാണ്, ഞാൻ സമാധാനത്തിലാണ്. ഇത് രണ്ടിന്റെയും ഇടയിലല്ലാതെ ജീവിക്കുന്ന ആളുകൾ അവർ വിചാരിക്കും മലയോരത്ത് പ്രശ്നം ഉണ്ടായാലും ഞങ്ങളെ കുഴപ്പമില്ല, കടൽ തീരത്ത് പ്രശ്നം ഉണ്ടായാലും ഞങ്ങൾക്ക് കുഴപ്പമില്ല, ഞങ്ങൾ ഉള്ളത് സുരക്ഷിതമായ സ്ഥാനത്തിലാണ്. അപ്പോഴാ ശക്തമായ കൊടുങ്കാറ്റിലൂടെ എല്ലാം അങ്ങ് പറന്നു പോവുകയാണ്. ഒരു കത്രീന വീശിയടിച്ചപ്പോ സർവ്വ സംവിധാനങ്ങളും അമേരിക്കയുടെ ലോകത്തെ ഏറ്റവും അധികം ഉന്നതമായ നിലവാരത്തിലുള്ള ടെക്നോളജി കയ്യിലുള്ള അമേരിക്കയ്ക്ക് നോക്കി നിൽക്കാൻ മാത്രമേ കഴിഞ്ഞു. ആ കത്രീനയുടെയും കൈപ്പിന്റെയും മുമ്പിൽ ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല, ഒന്ന് പ്രവചിക്കാൻ പോലും കഴിഞ്ഞില്ല, ഒന്നും കഴിഞ്ഞില്ല. ഭൂകമ്പങ്ങളും ഭൂമി കുലുക്കവും ഉണ്ടായാൽ നിങ്ങൾ വീട് വിട്ട് ഇറങ്ങി ഓടി ഏതെങ്കിലും വിജനപ്രദേശത്തെ മൈതാനത്ത് പോയി ഒരുമിച്ച് കൂടണമെന്ന് പറഞ്ഞ വാക്കുകൾ ജപ്പാൻകാര് ഇന്നലകളിൽ സുനാമി വന്നപ്പോ ജപ്പാനിന്റെ അതിശക്തമായ കെട്ടിട സമുച്ചയങ്ങൾക്കുള്ളിൽ കഴിഞ്ഞിരുന്നവർ ആ ഭൂമിയുടെ കുലുക്കത്തിന്റെ ആരവം കെട്ടപ്പോ അവർ പുറത്തേക്കോടാനല്ല ധൈര്യപ്പെട്ടത്, അവർ സ്വയം ആത്മവിശ്വാസം നടിച്ചു. ഞങ്ങളുടെ ഗവൺമെന്റ് ഞങ്ങളോട് പറഞ്ഞത് ഭൂകമ്പത്തെ അതിജയിക്കുന്ന കെട്ടിടങ്ങളാണ് ഉണ്ടാക്കപ്പെട്ടിട്ടുള്ളത്, ഭൂകമ്പത്തെ അതിജയിക്കുന്ന കെട്ടിടങ്ങളാണ്, ആ ടെക്നോളജിയാണ് ഉപയോഗിച്ചേക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഭൂകമ്പത്തിൽ ഇത് ഭൂകമ്പമാണെങ്കിലും ഞങ്ങൾ ഇവിടെ തന്നെ ഉണ്ടാകും. നിമിഷ നേരങ്ങൾ കഴിഞ്ഞു. സുബ്ഹാനല്ലാഹ്, എല്ലാ ഭൂകമ്പങ്ങൾ അതിജയിക്കുമെന്ന് പറഞ്ഞ് എല്ലാ സംവിധാനങ്ങളെയും നിഷ്പ്രഭമാക്കിക്കൊണ്ട് അവരുടെ തലക്കുമീതെ തകർന്നു വീണ കെട്ടിട സമുച്ചയങ്ങൾ ലോകത്തെ ഏത് ടെക്നോളജി കൊണ്ട് ഈ പ്രകൃതിയുടെ ദുരന്തങ്ങളെ തടഞ്ഞു നിർത്താൻ കഴിഞ്ഞിട്ടുണ്ട്? ഒരിക്കലുമില്ല, ഒരിക്കലുമില്ല, ഒരിക്കലും ഉണ്ടായിട്ടില്ല. അത് ചരിത്രത്തിന്റെ ഇന്നലകൾ മുതൽ ഇന്നേ വരെ നമ്മെ പഠിപ്പിച്ചു തരുന്നു. മനുഷ്യൻ എന്തുകൊണ്ട് അത് ചിന്തിക്കുന്നില്ല? ഇതെന്റെ ചോദ്യം. ഒരു ദുരന്തമുണ്ടാകുമ്പോ അത് അവിടുത്തെ മണലൂറ്റിയത് കൊണ്ടാണ്, അതവിടെ കാട് വെട്ടിത്തെളിച്ചത് കൊണ്ടാണ്, ഇല്ല എന്നൊന്നും നമുക്ക് അഭിപ്രായമില്ല. പക്ഷെ ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം, പരിശുദ്ധ ഖുർആൻ അനുസരിച്ച് ജീവിക്കാൻ താല്പര്യപ്പെടുന്ന ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവനത് മാത്രം വിശ്വസിച്ചാൽ പോരാ എന്നാണ് പറയാനുള്ളത്. വെറുതെ ഒരു അന്വേഷണം നടത്തുമ്പോ എന്ന് മുതലാണ് രേഖപ്പെടുത്തപ്പെട്ടുള്ള ചരിത്രങ്ങൾ കൂടെ നോക്കണമല്ലോ. ഖുർആനും ഹദീസും പറയുന്ന ഇന്നലകളിൽ ലോക സമൂഹത്തിലുണ്ടായ ദുരന്തങ്ങളുടെ ശിക്ഷകളെ, ഉഖൂബത്തുകളും അദാബുകളെയും കുറിച്ച് പഠിക്കുമ്പോ ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ മക്കളെ കാലം മുതൽ തുടങ്ങിയിട്ടുണ്ട്. നൂഹ് നബിയുടെ കാലഘട്ടത്തിൽ ഈ ഭൂലോകം മുഴുവനും നിറഞ്ഞു കവിഞ്ഞ വെള്ളപ്പൊക്കം, ഈ ഭൂലോകം മുഴുവനും, ഭൂമി മുഴുവനും വെള്ളത്തിലായി. ഭൂമിയിൽ ഒരു കരയും പുറത്ത് കാണാൻ കഴിയാത്ത വെള്ളപ്പൊക്കമാണ്. ഇന്നും ആ നൂഹ് നബിയുടെ കാലഘട്ടത്തിലെ ജലപ്രളയത്തിന്റെ അടയാളങ്ങൾ ഇന്നും ഭൂമിയിൽ നമുക്ക് അതുപോലെ കാണാം, ഇന്നും കാണാം. ഇസ്രായേലിൽ നിന്നും ഈജിപ്തിലേക്ക് യാത്ര ചെയ്തു പോയാൽ ആ യാത്രയുടെ ഭാഗങ്ങളിൽ പല ഭാഗങ്ങളിൽ ചാവുകടലിന്റെ തീരത്തിലേക്ക് ആകാശം മുട്ടി നിൽക്കുന്ന പർവ്വതത്തിൽ നിന്നും താഴേക്ക് വാഹനം ഇറങ്ങുമ്പോ ആകാശം മുട്ടി നിൽക്കുന്ന പർവ്വതത്തിൽ വെള്ളക്കെട്ട് നിന്നതിന്റെ അടയാളങ്ങൾ ഇപ്പോഴും നമുക്ക് നന്നായിട്ട് ദൃശ്യമാകും, നമുക്ക് കാണും. ഈ അടുത്ത കാലത്ത് രേഖപ്പെടുത്തപ്പെട്ട ഒരു ചരിത്രത്തിലും അത്രയും വലിയ ഉയരത്തിലേക്ക് വെള്ളപ്പൊക്കമെത്തിയ ഒരു വെള്ളപ്പൊക്കത്തിന്റെ ചരിത്രമില്ല. ആ ചരിത്രം വിരൽ ചൂണ്ടുന്നത് ഇന്നലകളിൽ ഈ ഭൂലോകം മുഴുവനും വെള്ളം കെട്ടിയ, ഈ ഭൂമി മുഴുവനും വെള്ളം നിറഞ്ഞ നൂഹ് നബിയുടെ കാലഘട്ടത്തിലെ വെള്ളപ്പൊക്കത്തെ കുറിച്ചാണ്. ആ നൂഹ് നബിയുടെ കാലഘട്ടത്തിലെ വെള്ളപ്പൊക്കം മുതൽ അതിനുശേഷം വന്ന ഓരോ ജനതകളിലുണ്ടായ ദുരന്തങ്ങൾ, ഓരോ ശിക്ഷകളിലൂടെ ഈ ലോകത്തെ പടച്ചറപ്പ് പാഠം പഠിപ്പിച്ച ചരിത്രങ്ങളെ കുറിച്ചൊക്കെ നമുക്ക് കാണാം. ഒരു പക്ഷേ ഇതിൽ ലോകത്തെ എല്ലാവർക്കും വിശ്വാസമായി കൊള്ളുന്നതിൽ ഖുർആൻ പറയുന്നത് മുസ്ലിമീങ്ങൾക്ക് വിശ്വസിക്കും, മതവിശ്വാസികൾ വേദങ്ങളിൽ വിശ്വസിക്കുന്നവർക്ക് വിശ്വസിക്കാൻ കഴിയും. മറുഭാഗത്ത് അതൊന്നും വിശ്വസിക്കാതെ നിരാകരിക്കുന്ന, ഇപ്പോ അതൊരു നല്ല അവസരമായി കണ്ടുകൊണ്ട് അതിനെതിരെ ശബ്ദിച്ചുകൊണ്ട് പ്രകൃതി ദുരന്തങ്ങളുടെ മുമ്പിൽ നിന്നുകൊണ്ട് അതിനെതിരെ കുഞ്ഞനം കുത്തി സംസാരിക്കുന്ന റാഷണലിസ്റ്റുകൾ, നിരീശ്വരവാദികൾ, അവരുടെ ചോദ്യം എന്താ? അവരുടെ പേജുകളിൽ ഒരു നയാകാശിന്റെ ഉപകാരം ഒരു മനുഷ്യനും ചെയ്യാത്തൊരു കൗമാണ്. ഒരു 10 രൂപ കൊടുത്തൊരു മുണ്ട് വാങ്ങി ഒരു മനുഷ്യനും കൊടുക്കാത്ത കൗമ, അറിഞ്ഞുകൊണ്ട് 1 രൂപയും ഒരു മനുഷ്യനും കൊടുക്കാത്ത ഒരു ഉപകാരം ആർക്കും ചെയ്യാത്തൊരു കൗമാണ് നിരീശ്വരവാദികൾ എന്ന് പറയുന്ന വിഭാഗം. യുക്തിവാദികൾ, തോന്നിയാസികൾ, അവരെ സംബന്ധിച്ചിടത്തോളം വിമർശിക്കാൻ മാത്രമൊക്കെ അറിയാം. അപ്പൊ അവര് പറയാണ്, ഈ പടച്ചറപ്പ് നിങ്ങൾ പറയുന്ന അല്ലായും പടച്ചവനും ഈ ദൈവങ്ങളൊക്കെ എവിടെ പോയി? ഈ ദുരന്തത്തിന്റെ മുമ്പിൽ എവിടെ പോയി നിങ്ങളുടെ റബ്ബും പടച്ചവനെന്നാ ചോദിക്കുക. ആ ചോദിക്കുന്നവർ പറയുന്നു, ഇതിന്റെ കാരണം അതൊന്നുമല്ല, ഇതിന്റെ കാരണം പ്രകൃതിയോടുള്ള മനുഷ്യന്റെ ചൂഷണമാണ്.
പ്രകൃതിയോടുള്ള മനുഷ്യന്റെ ചൂഷണം അത് മാത്രമാ കാരണം എങ്കിൽ, ആ കാരണം മാത്രമാണെങ്കിൽ മണലൂറ്റ് തുടങ്ങാത്ത കാലം, പാറ പൊട്ടിച്ച് വീടുണ്ടാക്കാൻ വേണ്ടി മണലെടുക്കാത്ത കാലം, മലയോരം വെട്ടിത്തെളിച്ചിട്ട് വനാന്തരങ്ങളിൽ പോയി മനുഷ്യൻ ആവാസ വസ്തു ഉറപ്പിക്കാത്ത കാലം, ഇതൊന്നുമില്ലാത്ത കാലഘട്ടത്തിലും ഈ ലോകത്ത് പ്രകൃതിയിൽ ദുരന്തങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? ഒരു ചെറിയൊരു അന്വേഷണം നടത്തി നോക്കിയതാ. ഗ്ലോബൽ ഡാറ്റാ ലാബ്, ഗ്ലോബൽ ചേഞ്ച് ഡാറ്റാ ലാബ് എന്ന ലോകത്തെ ഇത്തരത്തിലുള്ള പഠനങ്ങൾ, ഡാറ്റകൾ കളക്ട് ചെയ്ത് അത് സമാഹരിച്ചു വെച്ചിട്ടുള്ള ഒരു ആഗോള ഏജൻസി ഉണ്ട്. വെറുതെ ഒന്ന് കയറി സെർച്ച് ചെയ്ത് നോക്കുക. അപ്പൊ അവരുടെ ആ റിപ്പോർട്ടിൽ ജസ്റ്റ് ഒന്ന് കാണുന്നത് ലോകത്തെ എല്ലാവരും അംഗീകരിക്കുന്നതാ. ലോകത്തുണ്ടായ പ്രകൃതി ദുരന്തങ്ങളുടെ ചരിത്രാതീത കാലം മുതലുള്ള ലഭ്യമാകുന്നതിന്റെ അങ്ങേയറ്റത്തെ ചരിത്രങ്ങൾ എടുത്തുകൊണ്ട് ലോകത്ത് നടന്ന ദുരന്തങ്ങളും അതിന്റെ വലിപ്പവും എണ്ണവും ഒക്കെ രേഖപ്പെടുത്തപ്പെട്ടിട്ടുള്ള ഒരു ഡാറ്റ എടുത്ത് പരിശോധിക്കുമ്പോൾ അവര് പറയാണ്, മനുഷ്യനെന്നുണ്ടായോ പ്രകൃതി എന്നുണ്ടായോ അന്ന് മുതൽ തന്നെ ഈ ലോകത്ത് പ്രകൃതിയിൽ ദുരന്തങ്ങളും ഉണ്ടായിട്ടുണ്ട്. അത് കൂടുതലും ഉണ്ടായേക്കുന്നത് മനുഷ്യർ ഒരുപാട് തിങ്ങി താമസിക്കുന്ന പ്രദേശങ്ങളിൽ മാത്രമല്ല, അല്ലാത്തടത്തും ഉണ്ടായിട്ടുണ്ട്. പല സ്ഥലങ്ങളിലും ഉണ്ടായിട്ടുണ്ട്. തിങ്ങി താമസിക്കുന്ന പ്രദേശങ്ങളിലും ഉണ്ടായിട്ടുണ്ട്. എവിടെയെല്ലാം മനുഷ്യരുണ്ട് അവിടെയൊക്കെ ഉണ്ടായിട്ടുണ്ട്. ജനകീയമായ ഒരു പഴഞ്ചൊല്ലുകൂടിയുണ്ട്, പ്രകൃതിയോട് സൗമനസ്യത്തോടു കൂടി ഇടപെടണം, ഇല്ലെങ്കിൽ അത് തിരിച്ചു നമ്മെ കാണിച്ചു തരും ആരാണ് അധികാരി, ആരെടുക്കലാണ് ശക്തിയുള്ളത്, ആരുടെ കയ്യിലുള്ള സംവിധാനമാണ് പവർഫുൾ എന്ന് പ്രകൃതി നമുക്ക് കാണിച്ചു തരും എന്നൊരു പഴഞ്ചൊല്ലുണ്ട്. ലഭ്യമാകുന്ന അവരുടെ ഡാറ്റ പ്രകാരം BC 526 അന്തോക്യയിലെ ഒരു ഭൂകമ്പത്തിനെ കുറിച്ച് അവർ രേഖപ്പെടുത്തുന്നുണ്ട്. അന്തോക്യ പരിശുദ്ധ ഖുർആനിൽ അന്താക്കിയെ കുറിച്ച് പറയുന്ന ഇന്നത്തെ മിഡിൽ ഈസ്റ്റിലുള്ള ഒരു പ്രദേശമാണ്. ആ അന്താക്കിയയിൽ ബൈസന്റൈൻ സാമ്രാജ്യത്തിന്റെ കാലഘട്ടത്തിൽ ഇന്നത്തെ തുർക്കിയും സിറിയയും ഒക്കെ ചേർന്ന് വരുന്ന ഒരു പ്രദേശമാണ്. അവിടെ ഒരു ഭൂകമ്പം ഉണ്ടായി. അന്ന് മനുഷ്യരുടെ കണക്ക് അവർ രേഖപ്പെടുത്തിയിരിക്കുന്നത് പ്രകാരം 2,50,000 മുതൽ 3 ലക്ഷം മനുഷ്യരാണെന്ന് മരിച്ചത്. റിക്ടർ സ്കെയിലിൽ അനുമാനിക്കുകയാണ്. അന്നത്തെ റിക്ടർ സ്കെയിലിൽ 7.0 ചലനം രേഖപ്പെടുത്തപ്പെട്ടിട്ടുള്ള ഭൂകമ്പമായിരുന്നു അന്നുണ്ടായത്. എന്ന് 1930-നോ 40-നോ ശേഷമല്ല. നാം പറയുന്ന ആധുനിക ടെക്നോളജി ഉപയോഗിച്ച് മനുഷ്യൻ ഭൂമിയിൽ കുഴപ്പമുണ്ടാക്കിയതിനു ശേഷമല്ല. 2500 കൊല്ലത്തിനപ്പുറമാണ്. 2500 കൊല്ലത്തിനപ്പുറം ലോകം കണ്ട അന്നത്തെ വലിയൊരു ദുരന്തത്തെ കുറിച്ച് പറയാം. 3 ലക്ഷം മനുഷ്യരാണെന്ന് മരിച്ചുപോയത്. AD 1556 ചൈനയിൽ ഷാൻസി എന്ന് പറയുന്ന സ്ഥലത്തുണ്ടായ ഭൂകമ്പം, മിഗ് രാജവംശത്തിന്റെ കാലഘട്ടത്തിലുണ്ടായ ഭൂകമ്പത്തിൽ 840 കിലോമീറ്റർ ചുറ്റളവ് മുഴുവനും ഭൂമിയിലേക്ക് തകർന്നുപോയി. 97ലധികം കൗണ്ടികളെ ബാധിച്ച ആ ഭൂകമ്പത്തിൽ 8,30,000-ഓളം മനുഷ്യർ മരിച്ചു പോയിട്ടുണ്ട്. 1839 ഇന്ത്യയിലുണ്ടായ ചുഴലിക്കാറ്റ് 1839 നവംബർ 25-ന് ആന്ധ്രാപ്രദേശിലെ കൊറിങ്ക പോലെയുള്ള ഇന്ത്യയുടെ പല ഭാഗങ്ങളെയും ബാധിച്ച 40 അടി ഉയരത്തിൽ അടിച്ചു വീശിയ കൊടുങ്കാറ്റ്. ആ കൊടുങ്കാറ്റിൽ ഇന്ത്യയിൽ മരിച്ചു വീണത് 30 ലക്ഷത്തോളം മനുഷ്യരായിരുന്നു. ഇത്ര വലിയ ദുരന്തങ്ങൾ ലോകത്തിന്റെ പല ഭാഗത്തുണ്ടായിട്ടുണ്ട്. 1887 ചൈനയിലെ യെല്ലോ റിവറിന്റെ തീരത്തുണ്ടായ വെള്ളപ്പൊക്കം, ചെളി അടിഞ്ഞുകൂടി കരജകം വിഴിഞ്ഞുകൂടി തുടങ്ങിയ മഞ്ഞപ്പുഴയുടെ തീരത്ത് കർഷകർ തോടുകൾ നിർമ്മിച്ച് അവിടെ അവർ നല്ല സൗകര്യങ്ങളോടെ ജീവിക്കാൻ ശ്രമിക്കുമ്പോൾ അവിടെ വെള്ളപ്പൊക്കത്തിലൂടെ തകർന്നു പോയത് 90,000-ഓളം മനുഷ്യരുടെ സർവ്വതുമായിരുന്നു. 4 ലക്ഷത്തോളം വരുന്നവരുടെ ജീവിത വ്യവഹാരങ്ങളെല്ലാം തകർന്നുപോയി. 1920-ലുണ്ടായ ഭൂകമ്പം 2,73,000-ഓളം മനുഷ്യർ മരിച്ചുപോയി. അതുപോലെ 1970-ലുണ്ടായ പോലെ ചുഴലിക്കാറ്റ്. ഇങ്ങനെ നമ്മൾ ആദ്യം മുതൽ അവസാനം എണ്ണി വന്നാൽ ലക്ഷക്കണക്കിന് മനുഷ്യർ ഈ ലോകത്തോട് വിട പറഞ്ഞ പ്രകൃതിയുടെ ദുരന്തങ്ങൾ നമുക്ക് കാണാം. എന്റെ ഒറ്റ ചോദ്യം, ഏത് മലയിടിച്ചിട്ടാണ് ഈ ചുഴലിക്കാറ്റ് ഉണ്ടായത്? ഏത് കുന്നിടിച്ചിട്ടാണ് ഇത് ഉണ്ടായത്? ഈ പറയുന്ന നാം ആധുനിക ലോകത്ത് നിന്നുകൊണ്ട് പറയുന്ന മനുഷ്യന്റെ പ്രകൃതിയോടുള്ള കടന്നുകയറ്റത്തിന്റെ പേരിൽ മാത്രമാണ് ഈ പ്രകൃതിയിൽ ദുരന്തങ്ങൾ ഉണ്ടാകുന്നതെങ്കിൽ BC മുതൽ തുടങ്ങി മനുഷ്യന്റെ രേഖപ്പെടുത്തപ്പെട്ട കാലം മുതൽ തുടങ്ങി ഇന്നേ വരെ നാം കേട്ടുകൊണ്ടിരിക്കുന്ന ആയിരക്കണക്കിന് ദുരന്തങ്ങളുടെ വാർത്തകൾ നമ്മൾ വായിക്കുമ്പോൾ ഈ ഗ്ലോബൽ ചേഞ്ചിന്റെ ഡാറ്റ കളക്ട് ചെയ്ത അവര് പറയാണ്, ഒരു ദിവസം ഈ പ്രകൃതിയുടെ വിവിധ ഭാഗങ്ങളിലായിട്ട് 60-ലധികം വരുന്ന പ്രകൃതിയുടെ ക്ഷോഭങ്ങൾ വിവിധ രൂപത്തിൽ ഉണ്ടാകുന്ന ഒരു ദിവസം, ചെറുതും വലുതുമായി. ഒരു ദിവസം, ഒരു മാസമല്ല, ഓരോ ദിവസവും ഈ ഭൂമിയുടെ വിവിധ ഭാഗങ്ങളിൽ ഒരു സ്ഥലത്ത് ചെറിയൊരു കാറ്റ്. ഇന്ന് നമ്മൾ വായിച്ചില്ലേ, ഇന്നലെ രാത്രി ജപ്പാനിന്റെ തീരത്തിലുള്ള ഒരു ദ്വീപിന്റെ ആഴത്തിൽ 30 കിലോമീറ്ററോളം ആഴത്തിൽ റിക്ടർ സ്കെയിലിൽ 7.0 രേഖപ്പെടുത്തിയ ഭൂമികുലുക്കം ഉണ്ടായിട്ടുണ്ട്. അത് പുറത്ത് ശക്തമായി ബാധിച്ചിട്ടില്ല എന്നേ ഉള്ളൂ. ഇത് ലോകം മുഴുവനും ഓരോ നിമിഷവും നടക്കുകയാണ്. 60ഓളം വരുന്ന പ്രകൃതി
ക്ഷോഭങ്ങൾ, ദുരന്തങ്ങൾ, പ്രകൃതിയുടെ എതിർ പ്രവർത്തനങ്ങൾ ഓരോ ദിവസവും നടന്നുകൊണ്ടിരിക്കുന്നു എന്ന് പറയുമ്പോൾ 1500-ലധികം മനുഷ്യർ ഓരോ ദിവസവും ചെറുതും വലുതുമായി ഈ രൂപത്തിൽ ഏതെല്ലാമൊക്കെ രൂപത്തിൽ അവർ നഷ്ടത്തിൽ പെടുന്നു എന്നെല്ലാം പറയുമ്പോൾ എന്റെ പ്രിയമുള്ളവരെ, നാം പഠിച്ചതും അറിഞ്ഞതുമായ കാര്യങ്ങളായിരിക്കില്ല എന്നതാണ് ഇത് നമ്മളെ പഠിപ്പിച്ചു തരിക. 2004 നാം കണ്ടത് ഇതൊന്നുമല്ല. എത്രയോ ദിവസങ്ങളാണ് സുബ്ഹാനല്ലാഹ്, എത്രയോ ദിവസങ്ങളാണ് കേരളം മുഴുവനും കണ്ണീരിലായത്. കരുനാഗപ്പള്ളി, കൊല്ലം ജില്ലയിലെ കരുനാഗപ്പള്ളിയിൽ ലോക പ്രശസ്തയായ ഒരു ആൾ ദൈവത്തിന്റെ നാടാണത്. ആ നാട്ടില് ആ ദുരന്തം കഴിഞ്ഞപ്പോൾ ഈ ഉള്ളവനും പോയി കണ്ടു. ആ തിരമാലയൊന്ന് ഉയർന്നു പൊങ്ങി അല്പദൂരം സഞ്ചരിച്ച് പിന്നോട്ട് മാറുമ്പോ ഒരു നാട് തന്നെ ഇല്ലാത്തതുപോലെയായി. അവിടെ ഇല്ലാത്തതുപോലെയായി മാറി. ഒന്നുമില്ല, ഒരടയാളവുമില്ല. പ്രകൃതിയുടെ മാറ്റങ്ങൾ, പ്രകൃതിയുടെ ക്ഷോഭങ്ങൾ, പ്രകൃതിയുടെ പ്രതികാരങ്ങൾ നാം കാണുന്ന കാഴ്ചകൾ കൊണ്ട് അല്ല എന്നാണ് ഒരു മതവിശ്വാസിയായി എനിക്ക് വിശ്വസിക്കാൻ താല്പര്യം. ഇതല്ല എന്ന് തൂർത്ത് നമ്മൾ പറയൂല. ആണ്. പ്രകൃതിയിൽ നമ്മൾ കയ്യേറ്റം നടത്താൻ പാടില്ല. അമിതമായിട്ട് അനാവശ്യമായി സ്വന്തം ഇഷ്ടപ്രകാരം ഏതെങ്കിലും രൂപത്തിൽ തോന്നുന്നത് പോലെ അതിനെ കൈകാര്യം ചെയ്യാൻ പാടില്ല എന്നതൊരു സത്യം തന്നെയാണ്. അത് ശരിയാണ്. എന്നാൽ ഇതുകൊണ്ട് മാത്രമാണ് ദുരന്തങ്ങൾ എന്ന് പറഞ്ഞാൽ ആദ്യത്തെ ചോദ്യത്തിന് മറുപടി തരേണ്ടി വരും. ഇതൊന്നുമില്ലാത്ത കാലത്ത് നിന്നാൽ ഇതൊന്നും ഉണ്ടാകാൻ പാടില്ലായിരുന്നു. പക്ഷെ ഇതൊന്നും ഇല്ലാത്ത കാലത്ത് ഇതുണ്ടായി. അപ്പൊ പിന്നെ എന്തായിരിക്കും ഇതിന്റെ മറുപടി? അതിന്റെ മറുപടി ഈ പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവ് നമ്മളെ പറഞ്ഞു തരണം. ഈ പ്രകൃതിയുടെ സൃഷ്ടാവ് നമ്മളോട് പറഞ്ഞു തരണം. ഭൂകമ്പത്തിന്റെയും കൊടുങ്കാറ്റിന്റെയും ചുഴലിക്കാറ്റിന്റെയും സമുദ്രത്തിന്റെയും നിയന്താവായ പടച്ചറബ് നമുക്ക് പറഞ്ഞു തരണം. ആ റബ്ബ് പറഞ്ഞു തരുന്നുണ്ട്. എന്തുകൊണ്ടാണ് ഇതൊക്കെ ഉണ്ടാകണമെന്നറിയോ? എങ്ങനെയാണ് ഇത് ഉണ്ടാകുന്നതെന്നറിയോ? ഇത് പിന്നീട് ഉണ്ടാകുന്നതാണോ? നേരത്തെ തീരുമാനിക്കപ്പെട്ടതാണോ? ഇല്ല, നേരത്തെ തീരുമാനിക്കപ്പെട്ടിട്ടുണ്ട്. എവിടെ, എപ്പോ, എങ്ങനെ ഉണ്ടാകണം, ഇതെല്ലാം തീരുമാനിക്കപ്പെട്ടിട്ടുണ്ട്. ഭൂമിയിലാകട്ടെ നിങ്ങൾക്കിടയിലാകട്ടെ ഏതൊരു കുഴപ്പം എപ്പോഴുണ്ടായാലും ശരി, ഇല്ലാ ഫീ കിതാബിൻ മിൻ ഖബ്ലി അൻ നബ്റഅഹാ, അത് കൃത്യമായി രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട്. സൃഷ്ടാവിന്റെ അടുക്കലുള്ള വിധി നിർണയത്തിന്റെ ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട്. മിൻ ഖബ്ലി അൻ നബ്റഅഹാ, അത് വരുന്നതിന് മുമ്പ് തന്നെ രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട്. കഴിഞ്ഞ ചൊവ്വാഴ്ച രാവിലെ നേരം പുലരുമ്പോഴാണ് മലയാളക്കരയും ലോകവും അറിയുന്നത് വയനാടിലെ ചൂരൽമലയും മുണ്ടക്കയും ഇല്ല, ആ പ്രദേശം ഒറ്റപ്പെട്ടു പോയെന്ന് ലോകത്തിന് പറയാൻ കഴിഞ്ഞത് കഴിഞ്ഞ ചൊവ്വാഴ്ചയുടെ പ്രഭാതത്തിലാണെങ്കിൽ ആ ചൊവ്വാഴ്ചയല്ല, കോടിക്കണക്കിന് വർഷങ്ങൾക്കപ്പുറം സൃഷ്ടാവിന്റെ സൃഷ്ടിപ്പിന്റെ തുടക്കത്തിലുള്ള ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തുന്നു. മിൻ ഖബ്ലി അൻ നബ്റഅഹാ, ആ സംഭവ വികാസം നടക്കുന്നതിന് മുമ്പ് തന്നെ അതവിടെ രേഖപ്പെടുത്തപ്പെട്ട് വെച്ചിട്ടുണ്ട്. ഇന്ന ദാലിക അലല്ലാഹി യസീർ. പടച്ചവന് ഇതെല്ലാം എളുപ്പമാണ്, എല്ലാം സിമ്പിളാണ്. എന്നിട്ട് അല്ലാഹ് പറയാണ് ഇതൊക്കെ എന്തിനാ ചെയ്യണമെന്നറിയോ? ഇത് നടക്കുമ്പോൾ ആ നാട്ടുകാർ മുഴുവനും കുഴപ്പക്കാരായി എന്നതുകൊണ്ട് മാത്രമല്ല, അങ്ങനെയും നടക്കാറുണ്ട്. ഒരു നാട് മുഴുവനും വഴികേടിലേക്ക് പോയാൽ അവരെ നശിപ്പിക്കാനും ഇതൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഇനി തൊട്ടപ്പുറത്തുള്ള ആളുകളെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ടും ഇതുണ്ടായിട്ടുണ്ട്. ഇനി മൂന്നാമതൊരു രൂപം കൂടി ഉണ്ടായിട്ടുണ്ട്. നാട്ടിൽ കുഴപ്പമൊക്കെ ഉണ്ട്, പക്ഷെ അവിടെ നല്ല ആളുകളുമുണ്ട്, മദ്രസകളുണ്ട്, ദീനിന്റെ ആലിമീങ്ങളുണ്ട്, മുത്തഖീങ്ങളും തഖ്വയുള്ളവരും ഔലിയാക്കളും ഒക്കെ ഉണ്ട്. അങ്ങനെയുള്ള സ്ഥലത്തും ഉണ്ടായിട്ടുണ്ട്. അപ്പൊ പിന്നെ അതെന്തിനാ? കുഴപ്പക്കാരുള്ള സ്ഥലത്ത് മാത്രമാണ് ഉണ്ടാകുന്നതെങ്കിൽ ഇവിടെ എങ്ങനെ ഉണ്ടാവുക എന്നാണ് നമ്മൾ ആലോചിക്കുക. ഇല്ല, കുഴപ്പക്കാരുള്ളത് മാത്രമല്ല, എല്ലാ സ്ഥലത്തും ഉണ്ടാകും. അതുണ്ടാകുന്നതിന് പല ന്യായങ്ങളുണ്ട്. അഷ്റഫുൽ ഖൽഖ് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു ദിവസം മഹദിയായ സൈനബ് റളിയല്ലാഹു തആലയുടെ വീട്ടിലേക്ക് കടന്നു വരികയാണ്. ഹബീബായ റസൂലുള്ളാഹി തങ്ങൾ കടന്നു വരുമ്പോ പുണ്യപ്രവാചകന്റെ മുഖമൊക്കെ ചുവന്നു തൊടുത്ത് വിവർണമായി ആകെ പേടിച്ച് എന്തോ മനസ്സിനെ കുത്തി വേദനിപ്പിക്കുന്ന ഒരു ചിന്തയുമായിട്ടാണ് റസൂൽ കടന്നു വന്നത്. സലാം പറഞ്ഞു വീട്ടിലേക്ക് കയറി. ആദ്യമായി സലാം പറഞ്ഞ ഉടൻ തന്നെ പറഞ്ഞു ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്, ആരാധനക്കർഹൻ അല്ലാഹു അല്ലാതെ മറ്റാരുമില്ല, ഈ ലോകത്തിന്റെ സൃഷ്ടാവൻ മാത്രമാ. വൈലുൽ ലിൽ അറബി, അറബികളെ നാശം, നാശം, അറബികളെ നിങ്ങൾക്ക് നാശം. ഇത് റസൂൽ അറബികളെ വിളിച്ചുകൊണ്ട് മാത്രം പറഞ്ഞതല്ല. സൈനബ് റളിയല്ലാഹു തആല അൻഹ തന്റെ പ്രിയതമയോട്, ഭാര്യയോട് അവർ മാത്രം കേൾക്കുന്ന ശബ്ദത്തിൽ പറഞ്ഞതാണ്. പിൽക്കാലത്താണ് ലോക ജനതയോട് സൈനബ് റളിയല്ലാഹു തആല അൻഹ ഹദീസ് പറയാ. ഹബീബായ റസൂൽ പറഞ്ഞു വൈലുൽ ലിൽ അറബി, അറബികൾക്ക് നാശം.
ഈ ഹദീസ് വിശദീകരിച്ചപ്പോൾ മുഹദ്ദിസീങ്ങൾ പറഞ്ഞു, ഈ ഹദീസിലൂടെ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞത് അറബികളുടെ മാത്രം കാര്യമല്ല, മുഴുവൻ മനുഷ്യരെ കുറിച്ചുമാണ്. മനുഷ്യരെ നിങ്ങൾക്ക് നാശം. എന്നിട്ട് എന്താ പറഞ്ഞത്? മിൻ ശർരിൻ ഖദ് ഖതറബ ഫത്ഹുൽ യൗം. ലോകം ഒരു മാറ്റത്തിന്, വിസ്ഫോടനാത്മകമായ ഒരു മാറ്റത്തിന്, ഒരു പൊട്ടിത്തെറിക്ക്, ഒരു തുറസായ ഒരു അവസ്ഥയ്ക്ക് വിധേയമാക്കപ്പെടാൻ പോവുകയാണ്. ഒരു മാറ്റം സംഭവിക്കാൻ പോവുകയാണ്. സൃഷ്ടികളുടേതായ കടന്നുവരവിലൂടെ അവരെല്ലാം ഭേദിച്ചുകൊണ്ട് മുന്നോട്ട് വരുന്നതിലൂടെ ലോകം കാണാൻ പോകുന്ന ഒരു തുറവിയിലേക്ക് ലോകം വരാൻ പോവുകയാണ്. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വഹല്ലക ബിഇസ്ബഇഹി അൽബിഹാം വല്ലതി തലിഹാ, നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ രണ്ട് വിരലുകൾ ഇങ്ങനെ ഉയർത്തിക്കൊണ്ട്, ഈ പറയപ്പെട്ട രണ്ട് വിരലുകൾ ഇങ്ങനെ ഉയർത്തിക്കൊണ്ട് പറഞ്ഞു, ഇതാണ് അതിന്റെ അകലം, ഇത്രയേ ഉള്ളൂ ദൂരം, ഒരുപാട് കാലമൊന്നും കാത്തിരിക്കേണ്ടതില്ല. ഇത്ര സമയത്തിനുള്ളിൽ ലോകത്ത് അനന്തവിദൂരമായി തന്നെ ഭയാനകമായ ഒരു നാശം വരാനിരിക്കുകയാണ്. മനുഷ്യരെല്ലാവരും സൂക്ഷിച്ചോളാം. സൈനബ് റളിയല്ലാഹു തആല ചോദിച്ചു, യാ റസൂലല്ലാഹ് അൻഹുലകു വഫീന സ്വാലിഹൂൻ, ഞങ്ങളിൽ നല്ല ആളുകളുള്ളപ്പോ ശിക്ഷകളെ കുറിച്ച്, പടച്ചറപ്പിന്റെ ഭാഗത്തു നിന്നുള്ള കോപം, നാശങ്ങളൊക്കെ വരുന്നതിനെ കുറിച്ച് പറയുമ്പോ സമൂഹം മുഴുവൻ കുഴപ്പക്കാരായാലാണ് നാശം വരിക എന്നാണ് ഇതുവരെ ഞാൻ കേട്ടത്. അപ്പൊ നമ്മളെപ്പോലെ പടച്ചവനെ അനുസരിച്ച് ജീവിക്കുന്ന നല്ലവരായ ആളുകളൊക്കെ ഉണ്ടെങ്കിൽ അവിടെയും ഇതുപോലത്തെ കുഴപ്പം വല്ല ഉണ്ടാകുമോ നബി എന്ന് ചോദിച്ചു. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, നഅം, ഉണ്ടാവും, അവിടെയും ഉണ്ടാകും, നഅം, അവിടെയും ഉണ്ടാകും. ഇദാ കസുറൽ ഖബസു, ഇദാ കസുറൽ ഖബസു, ഏതൊരു നാട്ടിൽ ഒരു നാശം വരുന്നോ, ശിക്ഷ വരുന്നോ, അവിടെ നല്ലവരുണ്ടോ ഇല്ലയോ എന്നതല്ല പടച്ചറപ്പ് നോക്കുക. പിന്നെയോ ആ നാട്ടിലുള്ള ആളുകളിൽ നല്ലവരായ ആളുകളുണ്ടോ, തിന്മ തടയാൻ ബോധ്യമുള്ള ആളുകളുണ്ടോ, അവർ തിന്മയുടെ വിഭാടനത്തിന് വേണ്ടി പരിശ്രമിക്കാത്ത രൂപത്തിൽ നാട്ടിൽ ആളുകളുണ്ടോ, എങ്കിൽ അവിടെ പടച്ചറപ്പിന്റെ ശിക്ഷ വരും, അദാബ് വരും, ഉഖൂബത്ത് വരും. അങ്ങനെയാണ് പടച്ചറപ്പിന്റെ ശിക്ഷ വരിക. പിന്നെന്തായിരിക്കും നാളെ? പിന്നെ മഹ്ശറയിലേക്ക് ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുമ്പോ, നാളെ വിചാരണയുടെ വേളയിൽ ഇവരെ എല്ലാവരെയും പുനർജനിപ്പിക്കപ്പെടുമ്പോ, ഓരോരുത്തരുടെയും കർമ്മത്തിനനുസരിച്ച്, ഓരോരുത്തരും ചെയ്യുന്ന നന്മയുടെ തോതനുസരിച്ച് നല്ല ആളുകൾ നല്ലവരോടൊപ്പം ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടും, തിന്മയുടെ വക്താക്കൾ അവരോടൊപ്പം ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടും. ഏതായിരുന്നാലും എല്ലാ മനുഷ്യരെയും ആ നാടിൽ ഒന്നടങ്കം പിടിക്കുന്നതാ. ഇത് നേരത്തെ തന്നെ രേഖപ്പെടുത്തപ്പെട്ടതാ. എന്തിനാണ് ഇങ്ങനെയുള്ള ദുരന്തങ്ങൾ വരിക? لكي لا تأسوا على ما فاتكم ولا تفرحوا بما آتاكم. അല്ലാഹു പറയാ, എന്തിനാണ് ഇങ്ങനെ ഇടക്കിടക്ക് ഇങ്ങനെ തരിക, ഇടക്കിടക്ക് തരിക? മലപ്പുറം അല്ല, പിന്നെ വയനാട് ഒരു ഉരുൾപൊട്ടലുണ്ടായപ്പോ ഈ ആഴ്ചയിൽ എന്തായാലും വയനാട് ജില്ലയിൽ മൊത്തം കള്ളുകുടിയുടെ അളവ് കുറഞ്ഞിട്ടുണ്ടാവും, ഉറപ്പാണ്. ആര് കുറച്ചില്ലെങ്കിലും ശരി, കാക്കാമാര് കുറച്ചിട്ടുണ്ടാവും. എന്തൊക്കെ ഇച്ചിരിയൊക്കെ മതവിശ്വാസങ്ങളുള്ള ആരും ബാറിന്റെ ഡെയിലിയുള്ള അക്കൗണ്ട് പരിശോധിച്ചാൽ ബാറുകളുടെ കണക്കിൽ വൻ ഇടിവുണ്ടാവും. വ്യഭിചാരശാലകളുടെ അക്കൗണ്ട് പരിശോധിച്ചാൽ വൻ ഇടിവുണ്ടാവും. ഈ ആഴ്ചയിൽ എന്തായിരുന്നാലും ഉറപ്പാണ്. സാമൂഹിക തിന്മകളുമായി ബന്ധപ്പെട്ട് ഉപജീവനം കണ്ടിരുന്നവരുടെ കച്ചവട മേഖലയിലെല്ലാം നല്ല കുറവുണ്ടായിട്ടുണ്ടാകും ഈ ഒരാഴ്ച. അത് എന്നെ പറയാ, അല്ല പറയാ, ഞാനും ഇത് തന്നെ ഉദ്ദേശിച്ചു, ഇത് തന്നെ ഞാനും ഉദ്ദേശിച്ചിട്ടുള്ളത്. ഇത്ര തന്നെ. ഈ പോയവര് പോയി, ആ പോയവരോടൊപ്പം നല്ലവരുണ്ട്, മോശക്കാരുണ്ട്. അവരൊക്കെ നാളെ കൊണ്ടുവരും. നല്ലവരും വേറെ, മോശക്കാരെ വേറെ ആയിട്ട് ഇവിടെ കൊണ്ടുവരും. എന്നാൽ ചുറ്റുഭാഗത്ത് കുറെ ആളുകളെ പഠിപ്പിക്കാനും കൂടിയാണ്. രണ്ട് കാര്യങ്ങളെ പഠിപ്പിക്കാൻ പോകും. എന്താണെന്നറിയോ? എല്ലാം പോയി എന്ന് പറഞ്ഞ് നിരാശപ്പെടണ്ട. എല്ലാം പോയല്ലോ. എന്റെ കുടുംബത്തിലെ 18 പേരുണ്ടായിരുന്നു, 18 പേരിൽ 17 പേരും പോയി. പടച്ചോനെ, മീഡിയാസിന്റെ മുമ്പിൽ നിന്നുകൊണ്ട് കരയാം. 17 പേരും പോയി. ഇനി ഞാനും കൂടി അങ്ങ് പോയിരുന്നെങ്കിൽ, ഞാനും കൂടി ബാക്കിയായി, ഞാനും കൂടി അങ്ങ് പോയിരുന്നെങ്കിൽ എന്ന് നെടുവീർപ്പിട്ടുകൊണ്ട് പറയാം. ഒരു വിശ്വാസി അങ്ങനെ പറയാൻ പാടില്ല, അങ്ങനെ പറയാൻ പാടില്ല. പോയി, ഇത് ശരിയാണ്. ചില ആളുകൾ എല്ലാവരും പോയപ്പോ ആ വേദന സഹിക്കാനാകാതെ ആത്മഹത്യ ചെയ്ത വാർത്തകൾ നമ്മൾ വായിച്ചു, അല്ലേ? ആത്മഹത്യ ചെയ്ത് നമ്മൾ ഇനി എങ്ങോട്ട് പോകുമെന്നാണ്. ഇനി എങ്ങോട്ടാ ഞാൻ പോകാനുള്ളത്? ആ പോകാൻ ഇനി എങ്ങോട്ടെന്ന ചോദ്യത്തിന് മറുപടിയില്ലെന്ന് പറഞ്ഞ് മുമ്പിൽ കണ്ട കുണ്ടിലേക്ക് ചാടി ആത്മഹത്യ ചെയ്ത മനുഷ്യരോടാണ് അതേ മണ്ണിൽ അത്ഭുതകരമായ കാഴ്ചകൾ ലോകത്തോട് കാണിക്കുകയാണ്. കൈക്കുഞ്ഞിനെയും എടുത്തുകൊണ്ട് പേമാരിയുടെ മഴക്കിടയിലൂടെ ഒരു മാതാവ് ഓടി രക്ഷപ്പെടുവാനുള്ള രക്ഷയുടെ വഴി തേടി ഓടുമ്പോൾ ചെന്ന് നിൽക്കുന്നത് ആർത്തലച്ച് നിൽക്കുന്ന കൊമ്പനാനയുടെ മുമ്പിൽ ചെന്ന് പെട്ടു നിൽക്കുമ്പോ ആ കൊമ്പനാനയിൽ നിന്ന് പിന്നെ ജീവൻ രക്ഷിക്കാൻ ഇനി എങ്ങോട്ടാണ് ഓടുക? നമ്മൾ വായിച്ചതാണല്ലേ, ജീവൻ രക്ഷിക്കാൻ ഈ കുത്തിയൊലിച്ച ഉരുൾപൊട്ടലിൽ നിന്നും തന്റെ ആകെ കിട്ടിയ കൈക്കുഞ്ഞിനെയും കൊണ്ട് ഓടുമ്പോ ഓടിച്ചെന്ന് വീണത് ആർത്തലച്ച് ശൂരത്തോടെ നിൽക്കുന്ന കൊമ്പനാനയുടെ മുമ്പിൽ.
ആ സ്ത്രീ, ആ സഹോദരി പിന്നീട് മാധ്യമങ്ങളോട് അവർ പറയാൻ അവരുടെ അനുഭവം, അടുത്ത ദിവസത്തിന്റെ നേരം പുലർന്ന് രക്ഷകരായ ആളുകൾ എനിക്ക് വഴികാട്ടുന്നത് വരെയും ഞാൻ കഴിഞ്ഞത് ആ ആനയുടെ കാവലിലായിരുന്നു. നിങ്ങൾ എങ്ങനെ അവിടെ പിടിച്ചു നിന്നത്? പറയാ, ആ ആനയുടെ മുമ്പിലേക്ക് എത്തിയപ്പോ പിന്നെ ബാക്കിയുള്ള ജീവനും കൂടെ പോയ തോതിലായി. എനിക്കിനി ഒന്നുമില്ല. അപ്പൊ ഞാൻ രണ്ട് കൈയും കൂപ്പിയിട്ട് അതിനോട് പറഞ്ഞു, പൊന്നാനെ, ഞാനൊരു വലിയ ദുരന്തത്തിൽ നിന്ന് വരിക, ഞാനൊരു മഹാദുരന്തത്തിൽ നിന്ന് വരികയാണ്. ആ മഹാദുരന്തത്തിൽ നിന്ന് എവിടെയെങ്കിലും രക്ഷയുടെ ഒരു കച്ചിത്തുരുമ്പ് കിട്ടുമെന്ന് കരുതിയിട്ട് വന്നതാണ്. നീ എന്നെ ഉപദ്രവിക്കരുത് എന്ന് ആ സ്ത്രീ പറയാ. ഞാൻ രണ്ട് കൈയും കൂപ്പി ആനയോട് പറഞ്ഞു. എന്നിട്ട് ആ സ്ത്രീ പറയാ, ഞാൻ പറഞ്ഞു കഴിഞ്ഞ് 1 മിനിറ്റ് കഴിയുമ്പോൾ ആ ആനയുടെ കണ്ണിൽ നിന്ന് കണ്ണുനീർ പൊഴിയുന്നത് ഞാൻ കണ്ടു. നേരം പുലരുവോളം ആ പേമാരിയിൽ ആ ആനയുടെ സംരക്ഷണം. ആന എങ്ങോട്ടാ പോകാൻ വന്നതാ? ചാപ്പാട് തിരക്കി വന്നതാ? മക്കളെ തേടി ഇറങ്ങിയതായിരിക്കും. എന്തോ ആവശ്യത്തിന് ആന വന്നതാ. എന്നാൽ ആ ആനയ്ക്ക് ഈ സ്ത്രീക്കും കുട്ടിക്കും നേരം വെളുക്കുന്നത് വരെ കാവലിരിക്കേണ്ട വല്ല ആവശ്യമുണ്ട്? സർക്കാർ അതിനെ, വനം വകുപ്പ് അതിനെ ഈ സ്ത്രീക്കും കുട്ടിക്കും കാവലിരിക്കാൻ വല്ല ഏൽപ്പിച്ചിട്ടുണ്ടോ? ഇല്ല. എന്നിട്ടും ആ ആന നേരം പുലർന്ന് അവരെ രക്ഷിക്കുവാനുള്ള സംഘം അവരുടെ മുമ്പിലേക്ക് എത്തുവോളം ആ ആന അവർക്ക് കാവലിരുന്നു എന്ന് പറയുമ്പോ, ഇനി എനിക്ക് ആരാണ് ബാക്കിയുള്ളതെന്ന് തേടിയിട്ട് കുഴിയിലും കുണ്ടിലേക്കും ചാടി ആത്മഹത്യ ചെയ്ത മനുഷ്യ ഒന്ന് ചിന്തിച്ചു നോക്കിയേ. ആരാണ് ആ ആനയുടെ മനസ്സിന് മാർദ്ദവം കൊടുത്തത്? ആ ആനയുടെ മുമ്പിൽ എത്തുമ്പോൾ ആനയോട് പറയാനുള്ള ബോധം സ്ത്രീക്ക് ആരാണ് കൊടുത്തത്? നേരം പുലരുവോളം, സൂര്യൻ ഉദിക്കുവോളം ആ സ്ത്രീക്ക് കാവലിരിക്കാൻ ആനയെ പ്രേരിപ്പിച്ച ഘടകമേതാ? ഇവിടെയാണ് അല്ലാഹു റബ്ബുൽ ആലമീൻ, അല്ലാഹു മഈ. ആരുണ്ട് എനിക്ക്? ആരാ എന്നെ രക്ഷപ്പെടുത്തുക? അല്ലാഹ്. പടച്ചറബനെ രക്ഷപ്പെടുത്തും, അള്ളാഹനെ രക്ഷപ്പെടുത്തും എന്ന് ഉറച്ചു വിശ്വസിച്ച എത്ര അനുഭവങ്ങളാണ് ഇതുപോലെ ദുരന്തങ്ങളിൽ നമ്മൾ കേട്ടത്? എത്ര അനുഭവങ്ങളാണ് അല്ലേ? 5 ദിവസം കഴിഞ്ഞ് തുർക്കിയിലെ ഭൂകമ്പത്തിൽ 5 ദിവസം കഴിഞ്ഞ് രക്ഷാപ്രവർത്തനമൊക്കെ നിർത്തി. ഇനി ആരും ബാക്കി ഉണ്ടാവില്ല, ഒരു മനുഷ്യനും ബാക്കി ഉണ്ടാവില്ല എന്ന് കരുതി നിർത്തിപ്പോയി. 12 ദിവസം കഴിഞ്ഞിട്ട് അതിന്റെ ഉടമകൾക്ക് അവരുടെ സൗകര്യപ്രദമായിട്ട് അവർക്ക് വല്ല സൗകര്യങ്ങൾ ഉണ്ടെങ്കിൽ അതുപയോഗിച്ച് ഇനിയും അവർക്ക് ബാക്കി എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവിടെ പോയി നോക്കാം. അങ്ങനെ ചില ആളുകളുണ്ട്, വലിയ പണപ്പെട്ടി വെച്ചിട്ടുണ്ടാവും. ആരും അറിയാതെ, നോമിനി ഒന്നും വെക്കാതെ, സ്വന്തം മക്കളോട് പോലും പറയാതെ നൂറുകണക്കിന് നോട്ടിന്റെ കെട്ടുകൾ അടുക്കിയിട്ട് ട്രങ്ക് പെട്ടിയിൽ വെച്ച് സൂക്ഷിക്കുന്ന ചില ഉപ്പമാരുണ്ടാവും. അവരവസാനം ഈ കോലത്തിലേക്ക് എത്തുമ്പോഴാ പറയാം. അങ്ങനെയുള്ള ഒരാള്, ഒരുപാട് പണവും സ്വർണ്ണമൊക്കെ വെച്ചിരുന്നയാള്, അയാൾക്ക് അപ്പോഴും പറയാനൊരു പേടി. അയാൾ ഒറ്റയ്ക്ക് പോയിട്ട് എങ്ങാനും അതിനിടയിൽ എങ്ങാനും ഉണ്ടാകൂ, ഒരു മൺവെട്ടിയൊക്കെ കൊണ്ടുപോയിട്ട് മാന്തിപ്പറക്ക് മണ്ണെല്ലാം മാന്തിപ്പറക്ക് സ്വർണ്ണപ്പെട്ടി തിരക്കുമ്പോൾ അതിനിടയിൽ 12ാമത്തെ ദിവസം ഒരു കുഞ്ഞിന്റെ മനുഷ്യജീവൻ ബാക്കി. ഒരു മനുഷ്യജീവൻ 12ാമത്തെ ദിവസം അവിടെ ബാക്കി. സംസാരശേഷിയുള്ള 6 വയസ്സുകാരനായ കുട്ടിയോട് ചോദിച്ചു, മോനെ, ഈ 12 ദിവസം നീ എങ്ങനെ അവിടെ കിടന്നത്? ആ കുട്ടി പറയാ, ഞാനിങ്ങനെ ഖുർആൻ ഓതി പോകുമ്പോ എന്റെ വാപ്പ പഠിപ്പിക്കുന്ന ആ വാപ്പ ഖുർആൻ ഓതുന്ന സമയത്ത് ഞാൻ പടച്ച റബ്ബിന്റെ ഭാഗത്തുനിന്ന് വമയ്യതവക്കൽ അലല്ലാഹി ഫഹുവ ഹസ്ബു ഇന്നല്ലാഹ ബാലിഗു അംരിഹി ഖദ് ജഅലല്ലാഹു ലികുല്ലി ഷൈഇൻ ഖദറാ ഏത് പ്രതിസന്ധി വരട്ടെ, ആ പ്രതിസന്ധിയിൽ പടച്ച റബ്ബിനെ തവക്കുലാക്കുന്ന മനുഷ്യരുണ്ടോ, ആ റബ്ബുൽ ആലമീൻ അവർക്ക് രക്ഷയുടെ വാതിൽ തുറന്നു കൊടുക്കും. ഇന്നല്ലാഹ ബാലിഗു അംരി ഖദ് ജഅലല്ലാഹു ലികുല്ലി ഷൈഇൻ ഖദറാ. ആ വിശ്വാസമാണ് നമുക്ക് ഉണ്ടാകേണ്ടത്. അല്ലാഹ് പറയാ, പോയി എന്ന് പറഞ്ഞ് ആരും നിരാശപ്പെടണ്ട. പോകാനുള്ളത് പടച്ചോൻ തഖ്ദീർ ചെയ്തത് അങ്ങ് പോയി എന്ന് പറഞ്ഞ് നിരാശപ്പെട്ടു എന്ന് കരുതിയിട്ട് ആ ഒലിച്ചുപോയ ഉരുൾപൊട്ടത്തിൽ ഒലിച്ചുപോയ ഒരു പാറയും തിരിച്ചു വരില്ല, ഒരു മണ്ണും തിരിച്ചു വരില്ല. പോയതൊക്കെ പോയി. ഇനിയൊക്കെ അറബിക്കടലിൽ പോയി തപ്പിയാൽ എങ്ങാനും ചിലപ്പോൾ അംശം കിട്ടിയാലായി. ഏതായാലും അവിടെ ഇനി വരാൻ പോകുന്നത് പുതിയൊരു ഭൂപ്രകൃതിയാണ്, പുതിയൊരു ആവാസ വ്യവസ്ഥയാണ്. അതിന് ഓർത്തിരുന്നിട്ട് കാര്യവുമില്ല. അള്ളാഹു കാര്യങ്ങൾ വേണ്ടതുപോലെ മനസ്സിലാക്കി അമൽ ചെയ്യാൻ തൗഫീഖ് തരട്ടെ. അടുത്ത ആഴ്ച പറയാം. കാരുണ്യവാനായ റബ്ബിന്റെ എല്ലാ വിധിവിലക്കുകളെയും പരിപൂർണമായി വഴിപ്പെട്ട് ജീവിക്കുന്ന സജ്ജനങ്ങൾ അള്ളാഹു നമ്മളെ ഉൾപ്പെടുത്തട്ടെ.